ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജുവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ടിക്കയാണ്. അപ്പോൾ അത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് പാചകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കണത്. ജസ്റ്റ് മസാല ഒന്ന് തേച്ച് വെക്കുക, എന്നിട്ട് ഓവർനൈറ്റ് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫ്രിഡ്ജിലോട്ട് വെക്കണേ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മസാല പുരട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തൈരില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പേര് വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. തൈരിനകത്തേക്ക് വെള്ളം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് അരിപ്പേര് വെച്ച് അരിക്കണമെന്ന് പറയണത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പാതി ചേർത്താൽ മതി കേട്ടോ, അതായത് 1/8 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കണത്, അത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കണത്. 300 ഗ്രാം ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു കളറും കിട്ടും, എന്നാൽ പേസ്റ്റിന് നല്ലൊരു തിക്നെസ്സും കിട്ടും. സാധാരണ മുളക് പൊടിയുടെ എരിവ് വേണ്ട കേട്ടോ, കാരണം ഈ ചിക്കന് അധികം എരിവുണ്ടാവില്ല. 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകല്ലേ, അത് വറുത്ത് പൊടിച്ചതാണ്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. ഒരു പിഞ്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്, നമ്മൾ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കണമെന്നില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ നിറയെ വേണം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി, വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമേ. 1/2 ടീസ്പൂൺ കസൂരി മേത്തി വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ, അത് വീഡിയോ ഒന്ന് വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാവുള്ളൂ ഈ മസാലയ്ക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 300 ഗ്രാം ചിക്കൻ ക്യൂബ്സാണ് കേട്ടോ. അപ്പോൾ അത് മസാലയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കലായിക്കോട്ടെ ഏറ്റവും നല്ലത്. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ചിക്കൻ കോർക്കണ സ്ക്വയറില്ലേ, അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ ഇതൊന്ന് വെള്ളത്തിൽ കിടക്കണേ. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതെടുത്തിട്ട് നമുക്ക് ഓരോ സ്ക്വയറിലും ഒരു 4-5 പീസ് വെച്ചിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. പീസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സ്ക്വയറിലും എത്ര വേണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതുപോലെ കോർത്തെടുക്കാം. ഇനിയിപ്പോൾ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമ്മൾ തവയിലില്ലേ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഓയിലില്ലേ ഒന്ന് അതിൻ്റെ ട്രേയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഫുഡൊക്കെ നമ്മളെപ്പോഴും നല്ലത് വീട്ടിൽ തയ്യാറാക്കി കഴിക്കണതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഈ ട്രേയിലോട്ട് നിരത്തി കൊടുക്കാം. ഇനി ഈ ട്രേ നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പുറത്തോട്ട് എടുത്തിട്ടേ അമ്മലൊന്നും ബട്ടറൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതവിടെ നിന്നോളും. എന്നിട്ട് രണ്ടാമത് നമ്മൾ വെക്കുമ്പോഴേ അത് ബാക്കിയുള്ള ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കുക്കായിട്ട് വന്നിട്ട് ഇനി നമുക്കത് എയർ ഫ്രൈയിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് 2 ഭാഗവും തിരിച്ചും മുറിച്ചിട്ട് ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ടിക്ക അവിടെ റെഡി. അപ്പോൾ 20 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ, ഓവർ കുക്ക് ആവരുത്. അപ്പോൾ ഒരു ഹാർഡായി പോകും ഇറച്ചി, കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.